ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹം അന്ധനായിട്ടാണ് ജനിച്ചത്. 2 കണ്ണുമില്ലാത്തയാളായിക്കൊണ്ടാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉമ്മ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണ് തിരിച്ചു കിട്ടി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിട്ട് കണ്ണ് തിരിച്ചു കിട്ടിയ സാഹചര്യം ഇത് ഹദീസുകളിൽ അതുപോലെ തന്നെ മറ്റൊക്കെ നമുക്ക് ചരിത്രങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് ചോദിച്ചാലും തരാൻ പറ്റുന്ന ഒരു റബ്ബുണ്ട് എന്ന ഒരു വിശ്വാസം, ആ വിശ്വാസം നമുക്ക് നൽകുന്ന വലിയൊരു സമാധാനം. അവിടെയാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മറ്റു ചില ആളുകൾ ഈ റബ്ബിനെയും വിട്ട്, എല്ലാത്തിനും കഴിവുള്ള റബ്ബിനെയും വിട്ട് നമ്മളെപ്പോലെയുള്ള മനുഷ്യരുടെ പിന്നാലെ പോകുന്നു. അതല്ലെങ്കിൽ നമ്മളെപ്പോലെ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കുറച്ച് ബുദ്ധിയും കൂടി ഇല്ലാത്ത മനുഷ്യന്മാരൊക്കെ ഇത്തലേ പോകേണ്ടത്. ആയ കാലത്ത് നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, അതുപോലെ തന്നെ മാന്യമായൊന്ന് വസ്ത്രം ധരിക്കാത്ത, മാന്യമായ രൂപത്തിലൊന്ന് മനുഷ്യനുമായി കൊണ്ട് ഇടപെടാൻ പോലും കഴിയാതെ പോയിരുന്ന ആളുകളാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നാലെ പോവുകയാണ്. അവർ സഹായിക്കും, അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, അവരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളും. നമ്മൾ ആലോചിച്ച് നോക്കണം, എത്ര വലിയ വിഡ്ഢിത്തമാണത്. മാത്രവുമല്ല, ഏറ്റവും വലിയ അക്രമമാണ് അല്ലാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്തുകളെ നമ്മൾ തിരിക്കുക എന്നുള്ളത്.